ഈ സ്വാതിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ് പാർട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ? നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുമോ, അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ? ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാണെന്ന് പറയാം. ആ ഒരു പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാൻ സാധിക്കും. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിപ്പം ഞാൻ തെറ്റുകാരിയാണെന്നുണ്ടെങ്കിലും അവിനാശാണ് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ. അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുക കച്ചകെട്ട് ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഇച്ചായൻ കുഞ്ഞാറ്റ വിഷയം നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ആ ഒരു സംഭവത്തിന് എൻഡ് ചെയ്തപ്പോൾ തന്നെ അടുത്തൊരു സാധനം ഇപ്പോൾ വേറൊരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മറ്റുള്ളവരുടെ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ ഇടപെടുമ്പോൾ നമുക്കതിനകത്തുള്ള പരിമിതികളും ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വളരെയധികം കുറേ കാലം കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു അവി വ്ളോഗ്സ് എന്ന് പറയുന്ന അവിനാശിൻ്റെ ചാനൽ. പുള്ളിക്കാരൻ വളരെയധികം വളരെയധികം കഷ്ടപ്പെട്ട് ഒരു ചാനൽ ഉയർത്തിക്കൊണ്ടുവന്നാണ്. പണ്ടൊക്കെ ഞാൻ പുള്ളിയോടൊന്ന് സംസാരിക്കാൻ തന്നെ മെസ്സേജൊക്കെ അയച്ചിട്ട് വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഒരു പ്രാവശ്യം എന്തോ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ പുള്ളിയുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയവും കഷ്ടമൊക്കെയാണ്. അപ്പം ഇടയ്ക്ക് 1-2 വീഡിയോസ് മാത്രം അദ്ദേഹത്തിൻ്റെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്നേഹിച്ചൊരു പെൺകുട്ടിയും കൊണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ എനിക്കറിയാം. പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അവിനാശിൻ്റെ ആ സമയത്തുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത്രമാത്രം ഗംഭീരമായിരുന്നു അന്നത്തെ വീഡിയോ. അതിനുശേഷം രണ്ടാമത് ആ പുള്ളിയുടെ ട്രിപ്പൊക്കെ പോയി അത്രത്തോളം ക്ലച്ച് പിടിച്ചിട്ടില്ല. പിന്നീട് യൂട്യൂബിൽ നിന്ന് പുള്ളി അങ്ങോട്ട് മാറി അദ്ദേഹത്തിൻ്റെ വൈഫ് അബുദാബിയിലോ ദുബായിലോ എവിടെയോ ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യുക, ഒരു ബിസിനസ്സോ ഒക്കെ സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹമായിട്ട് ഡിവോഴ്സ് സെറ്റപ്പിലൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട വീഡിയോ ഭയങ്കരമായിട്ട് അതിനകത്ത് കുറേയധികം എവിഡൻസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വൺ സൈഡ്. ഇതിൻ്റെ അതർ സൈഡ് സ്വാതി എന്ന് പറയുന്ന ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറി എന്ന് പറയുന്ന ആ പെൺകുട്ടി നിലവിൽ വന്നിട്ടുണ്ട്. ആ ഒരു സൈഡ്, ഈ 2 സൈഡും കൂടെയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എന്താണെങ്കിലും ആരെയും ഞാൻ ബ്ലെയിം ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്താണെങ്കിലും ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള കാര്യത്തിന് മാത്രം സംസാരിക്കാം. നമുക്ക് നോക്കാം. ഞാൻ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണ് എൻ്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. മീൻസ് സ്വാതിക്ക് അവളുടേതായിട്ടുള്ള ശരികളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇത് എൻ്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ വലിയ തെറ്റായിട്ട് കാണുന്നത് തോന്നില്ല. കാരണം എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല. അവർക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത്. അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിളിക്കാറ്? അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ട് 2:30-3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ വിളിക്കും. അപ്പോഴും എടുക്കാറില്ല. പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാതി അടുത്ത് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക, അങ്ങോട്ട് വരണ്ട, എതിർക്കാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വരണ്ട. ആദ്യമൊക്കെ പറയായിരുന്നു വരാനൊക്കെ. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി. വെറും 4 ദിവസത്തേക്ക് വേണ്ടി. 4 ദിവസമല്ല, ഞാൻ അവിടെ അവൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി. എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയൊക്കെ ശ്രമിച്ചായിരുന്നേ. അതിനുശേഷം ഞാൻ അവിടെ ചെന്നു. അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങളൊരു 4 മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ. 4 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞ സ്വാതിയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം. അദ്ദേഹം ഒരുപാട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ടെക്സാവുണ്ട്, ദിവസം വരണ്ട്, ഞാനിവിടെ ഉണ്ട്, നിൻ്റെ വൈഫൊക്കെ മുൻപ്. യെസ്, ഈ ഒരു പർട്ടിക്കുലർ വേർഡ് നിൻ്റെ വൈഫൊക്കെ മുൻപ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇട്ടു എന്ന് പറയപ്പെടുന്ന ഒരു ചാറ്റിൻ്റെ ഈ ഒരു സാധനം മാത്രം സത്യം പറഞ്ഞ ഒരു ഹാർട്ട് ബ്രോക്കറാണ്. സീരിയസ്ലി പറഞ്ഞത്. അതായത് നിലവിൽ നിയമപരമായി ഇദ്ദേഹം ഈ പുള്ളിക്കാരത്തിയോട് വിവാഹം കഴിച്ചാണ്, ഒരു പ്രണയവിവാഹം. അപ്പം അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഇവർ വിദേശത്തേക്ക് അഥവാ UAE പോകുന്നു. അവിടെ എന്തോ ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടി പോകുന്നു, രക്ഷപ്പെടുന്നു. നല്ല കാര്യം. തുടക്കത്തിൽ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബോഡി ഷെയ്മിങ്ങും നിരന്തരമായിട്ടുള്ള അപമാനങ്ങളും പരിഹാസവും ഒക്കെ ഒരുപാട് പേരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ 2 പേരും കൂടെ ചേർന്ന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പുള്ളിക്കാരത്തി അവിടെ പോയി ജോലിയൊക്കെ ആയി. അതിനുശേഷം ബിസിനസ് എന്തോ സംഭവമായി. അങ്ങനെ അവർക്ക് വേറെ പാർട്ണർഷിപ്പിൽ എന്തൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം എനിക്ക് ആ പർട്ടിക്കുലർ വ്യക്തി തന്നെ നിൻ്റെ വൈഫൊക്കെ മുൻപ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മറ്റൊരാൾ, ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരു മറുപടി, അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെയാണ് പറ്റുക? ഇദ്ദേഹത്തിൻ്റെ വൈഫിനോട് ഇദ്ദേഹം സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആയിരിക്കവേ, അഥവാ നിയമപരമായിട്ട് ബന്ധം മോചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് അത് നിൻ്റെ വൈഫൊക്കെ മുൻപെന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേർഡ് അത് എങ്ങനെ കഴിഞ്ഞു ഇയാളോട് ചോദിക്കാൻ, അഥവാ ഈ അവിനാശിനോട് പറയാൻ തരത്തില്ല. സീരിയസ്ലി അവിനാശിനെ മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം. അവിനാശൊക്കെ ഭയങ്കര ഊർജ്ജസ്വലനായിട്ടുള്ള വളരെയധികം നല്ല ഒരു ശാരീരിക പ്രകൃതിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കട്ട പയ്യനായിരുന്നു.
ബട്ട് ഇന്ന് പുള്ളിക്കാരൻ്റെ മൊത്തത്തിലുള്ളൊരു അറ്റയർ മൊത്തം അങ്ങ് ഒരു ഫിസിക്ക് മൊത്തമൊക്കെ മാറി. ആൾ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയി. ഇനി എന്താണ് എൻ്റെ റീസൺ എന്നൊന്നും എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് മനപ്രയാസം കൊണ്ട് ലൈഫൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള തോന്നൽ കൊണ്ടൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസൊക്കെ ഇടും, ഇനിയും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരും, പിന്നെ അതോടുകൂടി തിരിനിർത്തും. അതിനുശേഷം വീണ്ടും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ വീഡിയോസൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചാനൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഈ പുള്ളി പോകുന്നൊരു കാര്യം സഞ്ചാരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സീരിയസ്ലി പറയാം. അത് ഒരു ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ്, കഷ്ടപ്പാട് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ഇൻസൈഡ് റീസൺ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല, അതും കൂടെ ഞാൻ പറയാം, ബാക്കിയേക്കാം. എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതിന് ഞാൻ തമ്മിൽ ഒരു കോൺടാക്ട് ഇല്ല. ഈ സ്വാതിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ് പാർട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ? ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാണെന്ന് പറയും. ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇതിൽ കൂടെ ചേർക്കാം. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളത് കേട്ട് നോക്ക്. എങ്കിലുമേ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാൻ സാധിക്കും. പക്ഷേ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്കറിയത്തില്ല അതിൻ്റെ റീസൺ കാര്യങ്ങൾ. അത് സ്വാതി ചോദിക്കുന്നത് സ്വാതിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവൻ്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അത് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം. എനിക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള റീസൺ കുറേ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഡെയിലി ഇടാഞ്ഞത്. ഞാൻ ഇത്രയും പൊട്ടി തെറിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പാവം പിടിച്ച ഓക്കെ എന്തുകൊണ്ട് നീ അവനെ ഉപേക്ഷിച്ചു, നിങ്ങൾ സ്റ്റേജ് കെട്ടിയതല്ല എന്തിനാണ് നീ അവളെ ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യനാകുമ്പോൾ നമുക്കും വികാരങ്ങളൊക്കെ തോന്നും. ഓക്കെ ഞാനായിട്ടല്ല ഓക്കെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴും ഞാൻ പറയാം ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വില തരുന്നില്ല. അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് വർഷങ്ങൾ എൻ്റെ കയ്യിൽ കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ കയ്യിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സ്വാതി പാർട്ണർ. എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഇൻസൈഡ് ഇതിനകത്ത് എന്താണ് ആ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തിനോട് താല്പര്യം കുറഞ്ഞതിൻ്റെ റീസൺ ഒന്നും അറിയത്തുന്നില്ല. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ തന്നെയാണ്, നിയമപരമായി ഭാര്യയാണ്. പക്ഷേ അവരുടെ ആ ഒരു അകൽച്ചയ്ക്കുള്ള കാരണമൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അതിനിടയിൽ മൂന്നാമതൊരു പാർട്ടി വന്നിട്ട് തേർഡ് പാർട്ടി വന്നിട്ട് ഈ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. പക്ഷേ ഈ പുള്ളിക്കാരനെ ഇതുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആവാത്ത രീതിയിലേക്ക് മാറ്റുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു വോയിസ് ഒക്കെ ഉണ്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു വലിയൊരു അടി നടന്നതാണ്. ഇത് അബുദാബിയിൽ വെച്ചിട്ടാണ്, മുസഫയിൽ എവിടെയാണ് ഈ സംഭവം. അപ്പോൾ ഈ പുള്ളിക്കാരനെ അവിടെ കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും പുള്ളിക്കാരൻ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയി അവിടെ ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പം ഇതിനകത്ത് ആ കമൻറ്റ് ബോക്സ് മൊത്തം ഈ സ്വാതിക്ക് അഗെയിൻസ്റ്റാണ്. കാരണം ആ ചാനൽ കണ്ടിട്ടുള്ളവരായിരിക്കും തോന്നുന്നു. ഇനി സ്വാതിയുടെ സൈഡ് കൂടെ കേൾക്കാം. നമുക്കിപ്പം ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡും ഉണ്ട്. ഇതിനകത്ത് ഞാനെപ്പോഴും പറയുന്നത് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, രണ്ടുപേരുടെ സൈഡ് പറയുന്നുള്ള കാര്യം. അതിലെന്തായാലും അവരവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോട്ടെ. നമുക്കത് കേൾക്കാം. ഹലോ, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അവിനാശിട്ട് വീഡിയോ കണ്ടിട്ട് എന്നെ തെറി പറയാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ കാണാൻ വന്നവരായിരിക്കും. ഈ വീഡിയോ കാണുന്നതിൽ ഒരു 90% പേര് എനിക്കറിയാം. അപ്പോൾ ആ തെറി പറയാൻ ആയിട്ട് മാത്രം വന്നിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിപ്പം ഇപ്പം ഞാൻ തെറ്റുകാരിയാണെന്നുണ്ടെങ്കിലും അവിനാശാണ് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ. അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുക കച്ചകെട്ട് ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര്. ഒരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരിയാക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. ഒരിക്കലും ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഒരിക്കലും ഈ സ്വാതിയെ കുറ്റപ്പെടുത്താനോ അതുപോലെ തന്നെ സ്വാതി ഇനി പറഞ്ഞിരുന്നാലും ഞാൻ ആ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്താനോ ആ പുള്ളിക്കാരൻ പറഞ്ഞ സ്വാതിയെ കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇതെങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ആണ് ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിനെ നിങ്ങൾ മാരേജ് അഥവാ ആദ്യം നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ട് മുതലുള്ള കാര്യങ്ങൾ കുറേ അധികം കാര്യങ്ങൾ നിരന്തരം വീഡിയോസ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് സ്വാതി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ള സംഭവം, അവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുള്ള കാര്യം, അതിനുശേഷം കുറേ അധികം ചോദ്യങ്ങൾ വന്ന സമയം സ്വാതി ഞാനിപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്, ഡിവോഴ്സ് ആയെന്നുള്ളത് മുമ്പ് എന്തോ ഒരു വീഡിയോ ചെയ്തതുപോലെ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരുമിച്ച് തന്നെയാണെന്നുള്ള രീതി തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങളുടെ ചാനലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്നാലും ഞാൻ കുറച്ച് നാളിന് മുമ്പ് ദുബായിൽ നിങ്ങൾ സുരക്ഷിത എന്താണ് പുതിയ കമ്പനി തുടങ്ങി ഇതിനകത്ത് ഓക്കെ ഇറങ്ങിയിട്ട് മാസങ്ങളെ ഓക്കെ ഞങ്ങളുടെ തിരക്കില്ലാത്തൊരു ദിവസം അതായത് വിൽപ്പന ഇതിനൊരു പരിഹാരമാണ് എന്തോ ഓക്കെ ഇങ്ങനെ തിരിച്ചു വരാൻ പുലിയറ ഓക്കെ എനിവേ അവി ഇല്ലാതെയുള്ള ആദ്യ യാത്ര ഇതൊക്കെ
ചാനലിൽ കിടപ്പുള്ളതാണ്. ഓക്കെ, സോ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ. ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചല്ല ഇങ്ങനെ ഒരു വീഡിയോ. ഇതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പോഴല്ല, എനിക്ക് അതിന് കുറച്ച് ടൈം വേണം. എനിക്ക് ചെയ്ത് തീർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അധികം വൈകത്തില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ ഭാഗം, എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അന്വേഷിച്ച് ഇപ്പൊ കുറെ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കുറയും പിന്നെ കുറച്ചും പിന്നെ കുറെ അങ്ങനെയൊക്കെ ആയിട്ട് പല വീഡിയോസ് ഒക്കെ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. എനിക്കത് എന്താ പറയുക, എത്ര എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എടുത്ത് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിത്വം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ ഒരു ഫാമിലി ഇഷ്യൂവിനെ സോൾവ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വളരെ പക്വമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് അത് വെച്ചിട്ട് നമ്മൾ നിരന്തരം വീഡിയോസ് ഇടുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ സ്വാതിയെപ്പോലും ഇപ്പോൾ ആൾക്കാർ അറിയുന്ന സ്വാതി വ്ളോഗ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ, അതുപോലെ തന്നെ അവിനാശിൻ്റെ ആ ഒരു ചാനലിൽ കൂടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച കാര്യങ്ങളൊക്കെ പബ്ലിക്കും പൊതുസമൂഹവും നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ അറിഞ്ഞതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സ്വാതിയെപ്പോലും എനിക്ക് പോലും അറിയാവുന്നത്. അല്ലെങ്കിൽ സ്വാതി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോൾ അവിനാശ് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അവിനാശ് പറയുന്ന അവി വ്ളോഗിലൂടെ ഈ പറയുന്ന നിങ്ങളുടെ ജീവിതമൊക്കെ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട ആൾക്കാരായിരിക്കാം മേ ബി ഇതിനകത്തുള്ള ക്യൂരിയോസിറ്റി പ്രകടിപ്പിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളും നീങ്ങിയിട്ട് മറ്റുള്ള കാര്യങ്ങളും സമയം പോലെയൊക്കെ മറുപടി പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. എനിക്ക് ഞാൻ മാത്രമായിരിക്കത്തില്ല ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ഞാനും അവിനാശം ആയിരിക്കത്തില്ല. അല്ലല്ലോ, ഒരിക്കലും അല്ല. 100 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ 5 പേരും ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കും. അപ്പൊ ഇത് ആദ്യത്തെ ഒരു പ്രശ്നമല്ല, ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. ഒരാൾ പറയുന്നത് കേട്ട് മാത്രം മറ്റൊരാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല. അല്ലല്ലോ. ആദ്യം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇപ്പം അബി വ്ളോഗ്സിനകത്ത് നിന്ന് അവിനാശ് പറഞ്ഞു, ആ ഒരു കാര്യം നമ്മൾ കേട്ടു. അതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് കാണുമ്പോൾ എന്താ ഇവർ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു തോന്നലുണ്ട്. മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയത്തില്ല. ആ ഒരു കാര്യം അവർക്ക് പറയാൻ പറ്റുവാണെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ലീഗലായിട്ട് തന്നെ അവരത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യട്ടെ. കമന്റ് ഇടാനും തെറി വിളിക്കാനും പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് വീട്ടുകാരെ പറയാനും ഒക്കെ വരുന്നവര് ആദ്യം അതൊന്ന് ഓർക്കുക. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബന്ധം വേർപിരിയാൻ നിൽക്കുന്നവരോ കല്യാണം കഴിച്ചിട്ട് സ്വരച്ചർച്ച ഇല്ലാതെ മുന്നോട്ട് പോകുന്നതോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ. പേരൻസോ സഹോദരങ്ങളോ ഫ്രണ്ട്സോ അല്ലെ ഏതെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും. ഒരാളുടെ സൈഡ് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാല്ലെന്നുണ്ടെങ്കിൽ അവള് എന്തൊക്കെയാ കമന്റ് വരുന്നത്, നല്ല നല്ല അടിപൊളി നല്ല രസമുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട്. ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷത്തോളമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ആഘോഷിച്ച് 4 റീച്ചൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയായിരുന്നു. വേ ഓഫ് ടോക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേ ഓഫ് ടോക്ക് സ്വാതി ഉദ്ദേശിക്കുന്നത്. സ്വാതിക്ക് ഇത് സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. സ്വാതിക്ക് എന്തോ കാര്യങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നാട്ടിലേക്ക് പോകാനുണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ബിസിനസ് നടക്കുന്നു, ബിസിനസ്സിൻ്റെ തിരക്കുകളുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവി എന്ന് പറയുന്ന അവി വ്ളോഗ്സിൻ്റെ അവിനാശ് എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വിട്ടിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്കാരത്തേക്കാണെങ്കിൽ ജോലിയും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് വിട്ടിട്ടൊന്നും ചെയ്യാൻ തയ്യാറാകുന്നൊന്നുമില്ല. മേ ബി അദ്ദേഹത്തിന് മറ്റൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാവാം എന്നുള്ളൊരു കാര്യം കൂടെയൊക്കെയാണ്. അത് ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ കൺസേൺസ് ആണ്. നമുക്ക് അതിനകത്ത് ഇടപെട്ടിട്ട് അതങ്ങനെ എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ, ഇത്രയും കാലം നിങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് നടന്നവരല്ലേ, അതെന്താ ഇപ്പം നിങ്ങൾക്ക് എന്താ ഇപ്പം ഇങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കാനും നമുക്ക് അർഹതയൊന്നുമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. എന്തായിരുന്നാലും നിലവിൽ ഇവരുടെ ഈ ഒരു വിഷയം വളരെ രൂക്ഷമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ കുറേ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു ചാനൽ അവരുമായി ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോഴും ശരിക്കും ഒരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഞാൻ കണ്ടു അത്രയും ഹാർഡ് എഫേർട്ട് ഇട്ടിട്ടാണ് ആ പുള്ളി ആ ചാനലിനെ വളരെ വലിയ റീച്ചിലേക്ക് കൊണ്ടുവന്നത്. ഈവൻ പണ്ട് നമ്മുടെ സുജിത് ഭക്തനൊക്കെ അവിയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട് പലരും. അന്ന് അവിയൊക്കെ ഭയങ്കര പീക്കിൽ നിന്നൊരു പയ്യനാണ്. അപ്പോൾ ആളുടെ ലൈഫ് ഇങ്ങനെ പോയത് കണ്ടപ്പോൾ ശരിക്കും ഒരു ഇത് തോന്നുന്നുണ്ട്. സോ എന്തായിരുന്നാലും നല്ലതായിട്ട് വരട്ടെ കാര്യങ്ങൾ. ഇനി എന്താണെങ്കിലും കൂടുതൽ പുറത്തുവരാനുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. കണ്ടവൻ്റെ ലൈഫിനെ വെച്ച് നമ്മൾ സംസാരിക്കുന്നതല്ല, ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവർ സംസാരിച്ചത് മാത്രമാണ്. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് പറയണമെന്ന് എനിക്കറിയത്തൊന്നുമില്ല. അവിനാശിൻ്റെയും ഈ സ്വാതിയുടെ ലൈഫ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ. ആരുടെയും ലൈഫുകൾ എന്താ പറയുക നശിച്ച് കാണണമെന്നുള്ള ആഗ്രഹമൊന്നും ഈ കാണുന്ന നിങ്ങൾക്കോ എനിക്കോ ഒന്നും നമുക്കാർക്കും ഇല്ല. പക്ഷേ എങ്കിലും ചില ലൈഫുകൾ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴേക്കും ചിലപ്പോൾ സഹതാപമോ, ചിലപ്പോൾ അതിനോടൊരു വിഷമമോ, ചിലപ്പോൾ അതിനകത്ത് എന്തോ നമുക്കൊരു വിങ്ങലോ എന്തോ നമ്മുടെ ആരും അല്ലെങ്കിൽ കൂടി നമുക്ക് തോന്നും. അതൊക്കെ അറിയില്ല എന്താണ് കാരണമൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ആ പയ്യൻ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും പറയുന്നില്ല. ഞാനൊന്നും പറയുന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.